മല്ലീശ്വരൻ കണ്ണു തുറക്കുമ്പോൾ വെയിലുണ്ടാകുന്നു, കണ്ണീർ വാർക്കുമ്പോൾ മഴ പെയ്യുന്നു, ശ്വസിക്കുമ്പോൾ കാറ്റടിക്കുന്നു, മുളങ്കൂട്ടങ്ങൾ നൃത്തം ചെയ്യുന്നു. 1664 മീറ്റർ ഉയരത്തിൽ ഇന്ത്യയിലെ കേരളത്തിലെ പാലക്കാട് ജില്ലയിലെ അട്ടപ്പാടി ട്രൈബൽ താലൂക്കിലെ അട്ടപ്പാടി ഫോറസ്റ്റ് റിസർവിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയാണ് മല്ലേശ്വരൻ മുടി. മണ്ണാർക്കാടിന് വടക്ക്, കോയമ്പത്തൂർ ജില്ലയുടെ പടിഞ്ഞാറ്, നീലഗിരിയുടെ തെക്ക്, ഏറനാട് താലൂക്കിൻ്റെ കിഴക്ക് സ്ഥിതി ചെയ്യുന്ന സുന്ദരമായ താഴ്വര. ഈ താഴ്വരയുടെ ഭാഗതയെ നിയന്ത്രിക്കുന്നത് മല്ലീശ്വരനാണ്. മല്ലീശ്വരൻ കാക്കുന്ന അട്ടപ്പാടി ഊരുകൾ, അവർക്ക് എല്ലാം മല്ലീശ്വരനാണ്. ശിവരാത്രിയാണ് മല്ലീശ്വരൻ്റെ ഉത്സവം. ആ ഒരു ദിവസത്തിനു വേണ്ടി വർഷം മുഴുവൻ അവർ കാത്തിരിക്കുന്നു. അട്ടപ്പാടി കാടുകൾ മല്ലീശ്വരൻ്റെ ജടയും മുടിയുമെന്ന് വിശ്വാസം. മല്ലീശ്വരൻ മുടിയെ ചൊല്ലി ഏറെ കഥകളും വിശ്വാസങ്ങളുമുണ്ട്. മുതുകർ, ഇരുളർ, കുറുമ്പർ എന്നിവരാണ് അട്ടപ്പാടിയിലുള്ളത്. ഓരോ വിഭാഗത്തിനും അവരുടേതായ ആചാരങ്ങളും അവകാശങ്ങളുമുണ്ട്. അവർ മല്ലീശ്വരൻ മുടിയെ ശിവലിംഗമായി ആരാധിക്കുന്നു. നാട്ടുകാർ ഒരു ദിവസം ശിവരാത്രി ആഘോഷിക്കുമ്പോൾ മല്ലീശ്വരൻ്റെ മക്കൾക്ക് അത് 2 നാളാണ്. ഒന്നാം ദിവസം നാട്ടുവാസികളുടെ ശിവരാത്രിയാണ്. അമ്പലത്തിൽ നിന്ന് ഭക്തരുടെ നിര വഴിയിലേക്ക് ഇറങ്ങി നീണ്ടു കിടക്കുകയാണ്. ഈ കോവിലിലെ കാർമ്മികർ ഇരുളരാണ്. മല്ലീശ്വരൻ മുടിയിലേക്ക് ഭവാനിപ്പുഴ കടന്നുപോയ പൂജാരിമാർക്കായുള്ള കാത്തിരിപ്പിലാണ് 2ാം ദിവസം. അഭിഷേകത്തിനുള്ള പാൽ നിറച്ചു കൊണ്ടുപോയ മുളങ്കുറ്റികളിൽ തീർത്ഥവുമായി അവർ വരും. വഴി നീളെ കാത്തുനിന്നവരെ തീർത്ഥം തളിച്ച് അനുഗ്രഹിച്ച് അവർ അമ്പലത്തിലെത്തും. 2ാം ദിവസമാണ് മല്ലീശ്വരൻ കോവിൽ ആദിവാസികളുടേതാവുന്നതെന്ന് പറയാം. പൂജാരിമാർ എത്തുന്ന നേരത്തേക്ക് അവർ കാടിറങ്ങി മലയിറങ്ങി കോവിലിലെത്തുന്നു. പശുവേശ്വരന് മുന്നിൽ ആടുമാടുകളുടെ രൂപങ്ങൾ സമർപ്പിച്ച് തങ്ങളുടെ വളർത്തുമൃഗങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നവരുമുണ്ട്. மாடு வீட்டில் நல்லா இருந்தால் மாடு நல்லா இருக்கணும் அப்படின்னு வேண்டி அதுக்கு எந்த நோய் வராது காப்பாற்றணும் தான் இந்த மண் நன்றி குழம்பு வைக்கிறேன். நல்ல
അട്ടപ്പാടിയുടെ ഐതിഹ്യമായ മല്ലീശ്വരൻ്റെ വാഹനമായ പശു, അതുപോലെ വീട്ടിലെ എല്ലാ വളർത്തുമൃഗങ്ങൾക്കും ഒന്നും ഒരു അസുഖം വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്, നേർച്ചയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ മല്ലീശ്വര അമ്പലം. ആളുകൾ അമ്പലത്തിന് ചുറ്റും ധാന്യങ്ങൾ മുകളിലേക്ക് എറിഞ്ഞ് വിതറുന്നു. കൃഷി ചെയ്തു ജീവിക്കുന്ന ജനത തങ്ങളുടെ വിളവിൽ ഒരു പങ്ക് മല്ലീശ്വരന് നൽകുന്നു. നിലത്ത് വീഴുന്ന വിത്തുകൾ അടുത്ത വിതയിൽ ചേർക്കാനായി മറ്റുള്ളവർ പെറുക്കിയെടുക്കുന്നു. സന്ധ്യയായപ്പോൾ അമ്പലമുറ്റം വിളക്കുകൾ അണച്ച് മല്ലീശ്വരൻ മുടിയിലേക്ക് കണ്ണും നട്ടു കൈകൂപ്പിയിരുന്നു. അതാ മല്ലീശ്വരൻ്റെ മക്കളുടെ ഒരു വർഷത്തെ കാത്തിരിപ്പ് പൂർത്തിയാവുകയാണ്. മല്ലീശ്വരൻ മുടിയിൽ ദിവ്യജ്യോതി തെളിഞ്ഞിരിക്കുന്നു. ഓം നമഃശിവായ മന്ത്രം മുഖരിതമാവുന്നു.